ഒരിക്കലും ചെയ്യാൻ പാടില്ല. വളരെയധികം ഗുരുതരമായ തെറ്റാണ് ആത്മഹത്യ എന്നത്. ഏതുവരെ എന്നറിയോ? ആത്മഹത്യ ചെയ്തവന് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആത്മഹത്യ ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ചിലർ മറുപടി പറഞ്ഞു, അങ്ങനെ ആത്മഹത്യ ചെയ്തത് കൊണ്ടൊന്നും ഇസ്ലാം എന്ന് പുറത്തൊന്നും പോകില്ല. ആത്മഹത്യ ചെയ്യുക എന്നത് ഹലാലാണ്, അനുവദനീയമാണ്, ജായിസാണ്, ഇസ്ലാമിക് വ്യൂ അനുസരിച്ച് പെർമിഷബിളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തവനെ ഇസ്ലാം എന്ന് പുറത്തു പോകൂ. പക്ഷെ ഏതായാലും ആത്മഹത്യ ചെയ്തവന് റബ്ബിന്റെ കോടതിയിൽ വലിയ ശിക്ഷയുണ്ടെന്നതിൽ സംശയമില്ല. എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു മയ്യിത്ത് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതാരുടെ മയ്യിത്താണ്? അപ്പ പറഞ്ഞു, നബിയേ, ആത്മഹത്യ ചെയ്ത ഒരാളുടെ മയ്യിത്താണിത് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോൾ ഫതഗയ്യറ വജ്ഹുഹു, അവിടത്തെ മുഖമങ്ങ് വിവർണമായി പോയി, മുഖത്തിന്റെ നിറമങ്ങ് മാറിപ്പോയി. സ്വഹാബത്ത് പറഞ്ഞു, നബി തങ്ങളെ മുഖത്തങ്ങ് നോക്കുമ്പോൾ ഹബീബായ തങ്ങളെ മുഖത്ത് ദേഷ്യം കണ്ടു. ആ വിവർണമായ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ഇഷ്ടമായില്ല, ഹബീബായ തങ്ങൾക്ക് ഇത് ഇഷ്ടമായില്ല. തങ്ങളോട് തങ്ങളെ മയ്യിത്ത് നിസ്കരിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാൻ മയ്യിത്ത് നിസ്കരിക്കൂല. ആത്മഹത്യ ചെയ്ത മയ്യിത്തിന് ഞാൻ നിസ്കരിക്കൂല. വ്യക്തമായിട്ടും രണ്ട് മയ്യിത്തിനെ പറഞ്ഞിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ആ മയ്യിത്തിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കൂല എന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ട് മയ്യിത്തിനെ വ്യക്തമാക്കി പറഞ്ഞിട്ടാ പറഞ്ഞത്, ഞാൻ ആ മയ്യിത്തിന്റെ മേൽ നിസ്കരിക്കൂല. ഒന്ന്, സ്വന്തം ശരീരത്തെ കൊന്നുകളഞ്ഞ ആത്മഹത്യ ചെയ്ത മയ്യിത്ത്, ആ മയ്യിത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ മയ്യിത്ത് ഏതാണ്? കടം വാങ്ങിയിട്ട് കടം തിരിച്ചു കൊടുക്കാതെ കടം ബാക്കി വെച്ചിട്ട് മരിക്കുന്ന ഒരാളാണെങ്കിൽ ആ മയ്യിത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അത്രയും വലിയ ഡേഞ്ചറസ് ആണ് ഈ രണ്ട് കാര്യവും. ഒന്ന് ആത്മഹത്യയും, ഒന്ന് കടം ബാക്കി വെച്ചിട്ട് മരിക്കുക. അല്ലാഹു ഈ രണ്ട് കാര്യങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ കൂട്ടുകാരെയും സലാമത്താക്കി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരാളുടെ മരണമാണ് ഏറ്റവും നന്നാകേണ്ടത്, ഒരാളുടെ അവസാനമാണ് ഏറ്റവും നന്നാകേണ്ടത്. ആ അവസാനം നന്നാകാൻ ഏറ്റവും നല്ല വഴി എന്താണ്? നമ്മുടെ ഹയാത്ത് കാലം അല്ലാഹ് പൊരുത്തപ്പെട്ടതിന് വേണ്ടി ചെലവഴിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് നല്ല ലക്ഷണമുണ്ട്, ഒരാൾ മരിക്കുന്ന സമയത്ത് ചീത്ത ലക്ഷണങ്ങളുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ നെറ്റിത്തടം വിയർത്തിട്ടാണോ മരിക്കുന്നത്? നെറ്റിത്തടം വിയർത്തിട്ടാണോ ഒരാൾ മരിക്കുന്നത്? അയാൾ മരിക്കുന്ന സമയത്ത് നെറ്റിത്തടത്തുനിന്ന് വിയർപ്പങ്ങ് ഒലിക്കുകയാണ്. ആ വിധത്തിൽ നെറ്റിത്തടം വിയർത്തിട്ട് ഒരാൾ മരിച്ചാൽ ആ മയ്യിത്ത് സ്വർഗത്തിന്റെ മയ്യിത്താണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ ഒരു നല്ല മയ്യിത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്, ഒരാൾ മരിക്കുന്ന സമയത്ത് മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളുണ്ടല്ലോ, ആ രണ്ട് ദ്വാരങ്ങൾ നിവർന്ന് കടന്നിട്ട് ഒരാൾ മരിച്ചാൽ, അഥവാ ഒരാൾ മരിച്ചിട്ട് മയ്യിത്തായിട്ട് കിടക്കുന്ന സമയത്ത് അയാളെ മൂക്കിന്റെ ദ്വാരങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണോ. ആ മൂക്കിന്റെ ദ്വാരം വിശാലമായിട്ടുണ്ടോ? ആ മൂക്കുടെ ഒട്ട പിരിഞ്ഞിട്ടുണ്ടാ? ആ മൂക്കിന്റെ ദ്വാരം വിശാലമായിട്ടുണ്ടോ? അങ്ങനെ വിശാലമായിട്ട് മൂക്കിന്റെ ദ്വാരം നിവർന്ന് പരന്ന് കിടക്കുന്ന വിധത്തിൽ ഒരാൾ മരിച്ചാൽ അത് നല്ല മരണമാ. ഖാല റസൂലുള്ളാഹി
മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾ മയ്യത്ത് ഒരു കട്ടിലിന്മേൽ വെച്ച് നോക്കുമ്പോൾ ആ മയ്യത്തിന്റെ മുഖം എന്തൊരു പ്രകാശമാ, മുഖം എന്തൊരു പ്രകാശമാണ്, എന്തൊരു ഭംഗിയാണ്. ആ വിധത്തിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അത് നല്ല മരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ തന്നെ നിബിതങ്ങൾ ചീത്തയായ 3 മരണത്തിന്റെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നിബിതങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾ ഹയാത്ത് കാലത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്, അയാൾ ജീവിതകാലത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്. പക്ഷേ അയാൾ മരിച്ചിട്ട് മയ്യത്തായി കിടക്കുന്ന സമയത്തോ അയാളെ മുഖത്തിന്റെ നിറമങ്ങ് മാറിപ്പോയി, അയാളുടെ മുഖമങ്ങ് വാടിപ്പോയി. ആ വിധത്തിൽ ഒരാൾ മരിച്ചിട്ട് അയാളെ മയ്യത്ത് കട്ടിലിന്മേൽ വെക്കുമ്പോ അയാളെ മുഖമങ്ങ് വാടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മരണം നല്ല മരണമല്ല. അല്ലാഹു നമ്മെ അത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്ന് സലാമത്താക്കട്ടെ. പോരാ, രണ്ടാമത്തെ ചീത്തയായ മരണമേതാണ് ചെറുപ്പക്കാരാ? ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, രണ്ടാമത്തെ ചീത്തയായ മരണമേതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏതൊരാൾ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ ശബ്ദമുണ്ട്, സക്കറാത്തിന്റെ വേദനയുണ്ട്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈന സക്കറാത്തിൽ മൗത്ത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, ഏതൊരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ദ്വാരക്കേണ്ട ഒരു ദുആയാണ്, അല്ലാഹുമ്മ ഹവ്വിൻ അലൈന സക്കറാത്തിൽ മൗത്ത്. റബ്ബേ, മൗത്തിനുള്ള സക്കറാത്തിന്റെ വേദന, ആ വേദന എളുപ്പമാക്കി തരണേ എന്ന് ദുആർക്കണോന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം അത്രയും വേദനയാണ് മരണത്തിന്റെ വേദന. ആ മരിക്കുന്ന സമയത്ത് കാലിന്റെ അടിഭാഗത്ത് നിന്ന് റൂഹ് അങ്ങ് വലിച്ച് 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 അതങ്ങ് പൊക്കിളിൽ വന്ന്, പൊക്കിളിൽ നിന്ന് നെഞ്ചത്ത് വന്ന്, നെഞ്ചത്ത് നിന്ന് കഴുത്തിന്റെ അടുത്ത് വന്ന്, ആ കഴുത്തിന്റെ അടുത്തങ്ങ് എത്തിയാൽ അപ്പോഴാണ് സക്കറാത്തിന്റെ ശബ്ദം വരുന്നത്. തൊണ്ടക്കൊടിയിൽ റൂഹ് അങ്ങ് എത്തുമ്പോഴുണ്ടാകുന്ന സക്കറാത്തിന്റെ ശബ്ദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് ഏതൊരാൾക്കും സക്കറാത്തിന്റെ ശബ്ദമുണ്ടാകും. പക്ഷേ ഒരാൾ മരിക്കുന്ന സമയത്ത് ജീവനുള്ള ഒരു ഒട്ടകത്തിന്റെ കഴുത്തങ്ങ് തിരിച്ചു കൊല്ലുമ്പോൾ, ജീവനുള്ള ഒരു ഒട്ടകത്തിന്റെ കഴുത്തങ്ങ് തിരിച്ചു കൊല്ലുമ്പോൾ ആ ഒട്ടകമുണ്ടാക്കുന്നൊരു ശബ്ദമില്ലയോ, അതുപോലെയുള്ളൊരു ശബ്ദം ഒരാൾ മരിക്കുന്ന സമയത്തുണ്ടാക്കിയാൽ അത് ചീത്തയായ മരണമാണ് കേട്ടോ, നല്ല മരണമല്ല. ഇനി മൂന്നാമത്തെ ചീത്തയായ ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ പീഡ്സ് രോഗികളെ കണ്ടിട്ടില്ലേ നാട്ടുകാരെ? അപസ്മാര രോഗികളെ കണ്ടിട്ടില്ലേ ഉമ്മമാരെ? ആ പീഡ്സ് രോഗികൾക്കൊരു സ്വഭാവമുണ്ട്. അവർക്ക് പീഡ്സ് രോഗം പിടിപെടുമ്പോ അവരെ ചുണ്ടിന്റെ ഭാഗത്തു കൂടെ നൊര വരുന്നത് കാണാം. ഇതുപോലെ ഒരാൾ മരിക്കുന്ന സമയത്ത് ചുണ്ടിന്റെ ഭാഗത്ത് കൂടെ നൊര വരുന്നത് നിങ്ങൾ കണ്ടാൽ അത് നല്ല മരണമല്ല, അത് ചീത്തയായ മരണമാണ് കേട്ടോ. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഒരു മയ്യിത്ത് നോക്കിയിട്ട് പറയാം, ആ മയ്യിത്ത് നല്ല മയ്യിത്താണോ അല്ലേ? നബി മുഹമ്മദ് മുസ്തഫ. ഒരു മയ്യിത്തിനെ നിങ്ങൾ കാണാൻ പോകുമ്പോ